ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. God's name be glorified. ഇന്നത്തെ ആരാധന ചിന്തയ്ക്ക് അടിസ്ഥാനമായിരിക്കുന്നത് 18-ാം സങ്കീർത്തനത്തിൽ നിന്നുള്ള ചില വാക്യങ്ങളാണ്. For today's worship thoughts, we begin our reading by reading from Psalms 18. 18-ാം സങ്കീർത്തനത്തിൻ്റെ 2-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: യഹോവ എൻ്റെ ശൈലവും എൻ്റെ കോട്ടയും എൻ്റെ രക്ഷകനും എൻ്റെ ദൈവവും ഞാൻ ശരണമാക്കുന്ന എൻ്റെ പാറയും എൻ്റെ പരിചയും എൻ്റെ രക്ഷയായ കൊമ്പും എൻ്റെ ഗോപുരവും ആകുന്നു. From Psalms 18 verse 2, The Lord is my rock and my fortress and my deliverer, my God, my strength in whom I will trust, my shield and the horn of my salvation, my stronghold. 18-ാം സങ്കീർത്തനം നാം നോക്കുകയാണെങ്കിൽ സങ്കീർത്തനം എഴുതിയിരിക്കുന്നത് ദാവീദാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. ഈ സങ്കീർത്തനം വളരെ എളുപ്പത്തിൽ നാം മനസ്സിലാക്കുവാൻ തക്കവണ്ണം അതിൻ്റെ ഹെഡിങ് നാം ഒന്ന് വായിക്കുകയാണെങ്കിൽ നമുക്കിതിനെ കാണുവാൻ തക്കവണ്ണം കഴിയും. യഹോവ അവനെ സകല ശത്രുക്കളുടെ കയ്യിൽ നിന്നും ശൗലിൻ്റെ കയ്യിൽ നിന്നും വിടുവിച്ച കാലത്ത് അവൻ ഈ സംഗീതവാക്യങ്ങളെ യഹോവയ്ക്ക് പാടി. ദാവീദ് തൻ്റെ ജീവിതത്തിൽ ദൈവം കൊടുത്ത വിടുതലിനെക്കുറിച്ച്, ദൈവത്തിൻ്റെ പരിപാലനത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ രക്ഷയെക്കുറിച്ച് പാടി സ്തുതിക്കുന്ന, തൻ്റെ ഹൃദയത്തിൽ നിന്ന് ഉതിർന്നു വരുന്ന ആ നന്ദിയുടെ വാക്കുകളാണ് ഈ സങ്കീർത്തനം എന്ന് വിവരിക്കാതെ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. From the title of this Psalms, one can easily understand that this has been written by David. By looking at the heading notes of the Psalms 18, it is written a Psalm of David, the servant of the Lord. Here David was praising God by thinking the wonderful act of God in his life, how much God had deeply cared about him and had provided deliverance in his life. എന്നാൽ നാം 2-ാം വാക്യത്തിലേക്ക് വന്നപ്പോൾ നാം വായിച്ചത് ദാവീദ് പറയുന്നു, യഹോവ എൻ്റെ ശൈലം. ശൈലം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ദ ലോർഡ് ഈസ് മൈ റോക്ക്, ഏറ്റവും ഉറപ്പുള്ള ഒരു സ്ഥാനം. In verse 2, David was expressing his praise by this saying, the Lord is my rock. A rock meaning a place of firm, a place of strongness. നമുക്കറിയാം, മനുഷ്യർ എല്ലാവരും ആഗ്രഹിക്കുന്നത് തങ്ങൾക്ക് ഒരു ഉറപ്പുള്ള ഒരു സ്ഥാനത്ത് നിൽക്കുക എന്നുള്ളതാണ്. And it is common that every person seeks to have a stable and fulfilling life. ഇവിടെ ദാവീദിന് പറയുവാൻ തക്കവണ്ണം കഴിയും, എൻ്റെ ഉറപ്പുള്ള ഒരു സ്ഥാനം ദൈവമാണ് എന്ന്. പിന്നീട് ദാവീദ് പറയുന്നു, എൻ്റെ കോട്ട. കോട്ട നമുക്കറിയാം, എല്ലാ രാജാക്കന്മാരും കോട്ടകളിലാണ് വസിക്കുന്നത്. അവർക്ക് ഒരു സുരക്ഷിതത്വത്തിൻ്റെ ഒരു സിമ്പലായിട്ട് നമുക്ക് കോട്ടയെ കാണുവാൻ തക്കവണ്ണം കഴിയും. And then again David says, He is my fortress. It means a place of protection. We know most kings lived in fortress for protection. It refers to a symbol of security. അതുപോലെ വീണ്ടും പറയുന്നു, എൻ്റെ രക്ഷകൻ, എൻ്റെ ദൈവം, ഞാൻ ശരണമാക്കുന്ന എൻ്റെ പാറ. വീണ്ടും മുന്നോട്ട് വരുമ്പോൾ ദാവീദ് പറയുന്നു, എൻ്റെ പരിച, എൻ്റെ രക്ഷയായ കൊമ്പ്, എൻ്റെ ഗോപുരം. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ദാവീദിന് ദൈവത്തെക്കുറിച്ച് പറയുവാൻ തക്കവണ്ണം ഉണ്ട്. And David further goes on describing that the Lord is my rock and my fortress, and he says he is my deliverer, my God, my strength, my shield, and my horn of my salvation, and my stronghold. കാരണം ഇന്ന് ദാവീദ് മരണഭയത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടവനായിട്ട് ഇരുന്നു കൊണ്ട് ആ ദൈവം ചെയ്ത വിടുതലിനെ ഓർത്തുകൊണ്ടാണ് ദാവീദ് ഈ വാക്കുകളൊക്കെ എഴുതുന്നത്. The reason that David praised God with this word is because from his experience of his life, God saved him or rescued him from the deadly dangers of the life-threatening situations. വീണ്ടും നാം 4-ാം വാക്യം, 4, 5 വാക്യം, 6 വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ചില വാക്കുകൾ ദാവീദ് എഴുതിയിരിക്കുന്നത് നമുക്ക് ശ്രദ്ധിക്കുവാൻ തക്കവണ്ണം കഴിയും. ഒന്ന്, മരണപാശങ്ങൾ എന്നെ ചുറ്റി. പിന്നീട് നാം കാണുന്നു, അഗാധ പ്രവാഹങ്ങൾ എന്നെ ഭ്രമിപ്പിച്ചു. 5-ാം വാക്യം, പാതാള പാശങ്ങൾ എന്നെ വളഞ്ഞു. അതിൽ തന്നെ കാണുന്നു, മരണത്തിൻ്റെ കെണികൾ എന്നെ തുടർന്ന് പിടിച്ചു. 6-ാം വാക്യം, എൻ്റെ കഷ്ടതയിൽ. And as we move from verse 4 to verse 6, David opens up about the realities of life that he has faced, and he recorded those realities or experience in these verses. In verse 4 he says, the pangs of death surrounded me, the floods of ungodliness made me afraid. And in verse 5, the sorrows of Sheol surrounded me. In the same verse he says, the snares of death confronted me. And in verse 6, in my distress I called upon the Lord. ഈ വാക്കുകൾ നാം വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും,
ദാവീദിൻ്റെ ജീവിതത്തിൽ രക്ഷപ്പെടുവാൻ തക്കോണം, മരണത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ തക്കോണം ഒരു മാർഗവും ഇല്ലാത്ത ഒരവസ്ഥയിലാണ് ദാവീദ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കോണം കഴിയും. From these verses, we can clearly understand that David had no way to escape the difficulties, the dangers, and the sorrow of life with his own strength. അതിൻ്റെ 6-ാം വാക്യത്തിൽ നാം കാണിച്ചു, എൻ്റെ കഷ്ടതയിൽ, ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് ഇൻ മൈ ഡിസ്ട്രസ്. നമുക്കറിയാം ഡിസ്ട്രസ് എന്ന് പറയുന്നത് പലപ്പോഴും കടലിനുള്ളിൽ അകപ്പെട്ട ഒരു ബോട്ട് അത് മുങ്ങിത്താഴുകയാണെങ്കിൽ അതിൽ ഉള്ള വ്യക്തികൾ അവർക്ക് സ്വയമായിട്ടോ അല്ലെങ്കിൽ ചുറ്റുമുള്ള സാഹചര്യങ്ങളോ രക്ഷിക്കുവാൻ തക്കോണം ആരെയും കാണാതിരിക്കുമ്പോൾ അവർ ചില ഡിസ്ട്രസ് സിഗ്നലുകൾ അയക്കാറുണ്ട്. അത് മറ്റെവിടെയെങ്കിലുമുള്ള കപ്പലുകൾക്ക് ലഭിച്ചാൽ അവർ ചിലപ്പോൾ രക്ഷയ്ക്കായി എത്തിയെന്ന് വരാം. ഇതാണ് ആ ഡിസ്ട്രസ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. In verse 6, when we notice the word distress, consider a boat that is in danger, and there are people inside could not find anyone to rescue them, and they send some distress signal to indicate to others it needs immediate attention, it needs immediate rescue, and anyone who sees or receives those signal, if they're able, can respond and come to rescue them. And that's the meaning of the word, at the point of helplessness. അപ്പോൾ ദാവീദിന് സ്വയമായിട്ട് ഒരു കാരണവശാലും രക്ഷപ്പെടാൻ തക്കവണ്ണം സാധിക്കാത്തൊരവസ്ഥ, അല്ലെങ്കിൽ തൻ്റെ സാഹചര്യങ്ങളിലുള്ള തൻ്റെ പരിചയക്കാരോ മറ്റുള്ളവരോ തന്നെ രക്ഷിക്കുവാൻ അവർക്കും കഴിയാത്ത, അല്ലെങ്കിൽ അവർ സഹായിക്കാത്ത ഒരവസ്ഥയിൽ മറ്റെവിടെ നിന്നോ ഒരു രക്ഷ ലഭിക്കുന്ന ഒരവസ്ഥ, അതാണ് ഈ പറഞ്ഞിരിക്കുന്ന വാക്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. So what we can understand from these verses, so David had no possibility to deliver himself by his own strength, and even those who are around him were also unable to help him in the time of distress. And he reminded, yet there was a help that came from somewhere else, and it came from the hand that stretched above. ഇതിൻ്റെ തന്നെ 16-17 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്, അവൻ ഉയരത്തിൽ നിന്ന് കൈനീട്ടി എന്നെ പിടിച്ചു, പെരുവെള്ളത്തിൽ നിന്ന് എന്നെ വലിച്ചെടുത്തു. And then when we move on to verse 16 and verse 17, he sent me from above. He took me. He drew me out of many waters. He delivered me from my strong enemy, from those who hated me. ദാവീദ് വീണ്ടും വിവരിച്ച് വർണ്ണിച്ച് ദൈവസ്നേഹത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ കരുതലിനെക്കുറിച്ച് പറഞ്ഞു വരികയാണ്. എനിക്ക് രക്ഷ എന്നിൽ നിന്നോ എൻ്റെ ചുറ്റുപാടിൽ നിന്നോ ലഭിക്കാതിരുന്നപ്പോൾ എനിക്ക് ഉയരത്തിൽ നിന്ന് ഒരു കൈ, രക്ഷയുടെ കൈ എൻ്റെ നേരെ നീട്ടുവാൻ തക്കോണമിടയായിത്തീർന്നു. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ജീവനോടെ ആയിരിക്കുന്നത്, അതുകൊണ്ടാണ് ഇന്ന് ഞാൻ പാട്ടുപാടുന്നത് എന്ന് ഈ ദാവീദിനെ പറയുവാൻ തക്കോണമിടയായിത്തീർന്നു. David was further describing the God's love and the greatness of God that he experienced in his life. He says, when he had no way to escape from the pangs of death, there was no one would able to help me out, but yet, and there was a hand that stretched forth upon me. So the only reason I'm alive today is because of the saving hand of the Lord was stretched upon me. And that's the only reason I'm alive. I'm joyful to praise my God. ആ ഉയരത്തിൽ നിന്നുള്ള രക്ഷ, ആ ഉയരത്തിൽ നിന്നുള്ള രക്ഷയുടെ കൈ, അതിനെക്കുറിച്ചാണ് ദാവീദ് പറയുന്നത്. യഹോവ എൻ്റെ ശൈലം, എൻ്റെ കോട്ട, എൻ്റെ രക്ഷകൻ, എൻ്റെ പാറ, എൻ്റെ പരിച. ഇങ്ങനെ ഒത്തിരി വാക്കുകൾ ദാവീദിൻ്റെ ഹൃദയത്തിലൂടെ കടന്നു പോകുന്നത് നമുക്ക് കാണുവാൻ തക്കോണം കഴിയും. So David gave thanks to the hand that stretched upon him, that delivered and rescued him. And because of this very saving experience, David was able to confidently declare that the Lord is my rock, my fortress, and my deliverer, and my strength. And he continued to describe the wondrous act of God in his life. വീണ്ടും മുന്നോട്ട് വരുമ്പോൾ 35-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്നു, നിൻ്റെ രക്ഷ എന്ന പരിചയെ നീ എനിക്ക് തന്നിരിക്കുന്നു. ദാവീദ് പറയുകയാണ്, നിൻ്റെ രക്ഷ എന്ന പരിചയെ നീ എനിക്ക് തന്നിരിക്കുന്നു. നീ എനിക്ക് മറവിടമായി, എനിക്കെതിരെ വരുന്ന ശത്രുവിൻ്റെ എല്ലാ ആക്രമണങ്ങളെയും തടയുവാൻ തക്കവണ്ണം നീ എനിക്ക് പരിചയമായി തീർന്നു എന്ന് ദാവീദ് പറയുകയാണ്. David declares in verse 35, you have also given me the shield of salvation. He declares that in every obstacle, every attack from enemies, the Lord is the shield who protects and delivers him. വീണ്ടും ആ വാക്യത്തിൽ നിന്ന് കാണുന്നു, നിൻ്റെ സൗമ്യത എന്നെ വലിയവനാക്കിയിരിക്കുന്നു. നിൻ്റെ സൗമ്യത എന്നെ വലിയവനാക്കിയിരിക്കുന്നു. Thy gentleness hath made me great. Following on to the same verse, he further described, your gentleness made me great. നമുക്കറിയാം, ദൈവത്തെ ആരാധിക്കുന്ന ഈ ദിനത്തിൽ ദൈവത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തിനും പറയുവാൻ തക്കോണം മറ്റൊരു വാക്കുകൾ ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. As we solemnly come before his presence to worship him on this day, as we are children of the redeemed ones, I don't think we have nothing else to compare his gentleness that the Lord had shown before us. ദൈവം തൻ്റെ ആ താഴ്മ, അവൻ്റെ ആ സൗമ്യത
നമ്മെ ഓരോരുത്തരെയും വലിയവരാക്കി മാറ്റുവാൻ ഇടയായി തീർന്നിരിക്കുകയാണ്. His humbleness and his great gentleness made us stay righteous and stay strong before God. നമ്മുടെ ജീവിതത്തിൽ ദാവീദ് പറയുന്നത് പോലെ നാമും ആ മരണപാശങ്ങളാൽ ചുറ്റി കിടക്കപ്പെട്ടവരായിരുന്നു. അഗാധ പ്രവാഹങ്ങൾ നമ്മുടെ മേൽ കവിഞ്ഞൊഴുകിയ അവസ്ഥയായിരുന്നു. പാതാള പാശങ്ങൾ നമ്മളെ വളഞ്ഞിരുന്ന അവസ്ഥ, മരണത്തിൻ്റെ കെണികളിൽ നമ്മെ പിടിക്കപ്പെട്ടിരുന്ന അവസ്ഥ. ഇൻ മൈ ഡിസ്ട്രസ് ദാവീദ് പറയുന്ന പോലെ ആ കഷ്ടതയിൽ ദൈവം നമ്മോട് കരുണ കാണിച്ച് നമുക്ക് വേണ്ടി ഒരു രക്ഷയുടെ കരം നീട്ടുവാൻ ഇടയായിത്തീർന്നു. അത് ഈ ലോകത്തിൽ നിന്നുള്ളതല്ല, ഉയരത്തിൽ നിന്നുള്ള രക്ഷാകരം അത് നാം കാണുന്നത് കാൽവരി ക്രൂശിലാണ്. Like David, we walked through the valley of deep despair, and there are times the pangs of death and the sorrows of Sheol have surrounded us, and the snares of death have confronted our souls. But as David stated, "In my distress, the Lord have shown mercy, and he stretched forth his saving hand, and that saving hand of the Lord is not of the world, and it comes from heaven above. And the saving hand of the Lord is made manifested through his Son, by sending his only begotten Son to accomplish God's redemptive plan of salvation through Christ's saving work on the cross." നമുക്ക് വേണ്ടി ആ നീട്ടപ്പെട്ട ആ കരം, The hand that was stretched forth for us. കർത്താവായ യേശു ക്രിസ്തുവിനെ പിതാവായ ദൈവം രക്ഷയുടെ കരമായി ആ കാൽവരിയിലേക്ക് അയച്ചത് മുഖാന്തരം The saving hand of the Lord is made manifested through his Son, by sending his begotten Son onto the cross. തൻ്റെ സൗമ്യത നാം വായിക്കുന്നു. അവൻ രോമം കത്തിരിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെ വായെ തുറക്കാതിരുന്നു. He has proved his gentleness that was reminded in the scripture. He was led like a lamb to the slaughter, and as a sheep he remained silent before its shearers. അവൻ്റെ സൗമ്യത ഏറ്റവും ചെളിക്കുഴിയിൽ കിടന്ന നമ്മളെ, പാപത്തിൻ്റെ അഗാധതയിൽ കിടന്ന നമ്മെ, ആ നാശക്കുഴിയിലേക്ക് പോയവരായിരുന്ന നമ്മെ ഇന്ന് വലിയവരാക്കി We തീർത്തിരിക്കുന്നു. were dreadful in our sinful life, but his gentleness towards us brought us to stand righteous before God. He lifted us out of slimy pit and from the helpless and the defeated state of our sin. But today he made us kings and rulers in Christ. ദൈവത്തെ ആരാധിക്കുന്ന ജനമാക്കി, അവനെ ആരാധിക്കുന്ന പുരോഹിത വർഗമാക്കി നമ്മെ തീർത്തിരിക്കുക. അവൻ്റെ മക്കളെന്നുള്ള പദവിയിലേക്ക് നമ്മെ തീർത്തിരിക്കുകയാണ്. നമുക്ക് എങ്ങനെ അവനെ ആരാധിക്കാതിരിക്കുവാൻ കഴിയും? Today we have the great privilege to worship the living God. We have been chosen as a royal priesthood, a people separated for God, for his own possession. And how did it possible without worshiping the living God? ദാവീദിൻ്റെ ഹൃദയത്തിൽ നിന്ന് ഉയർന്നു വരുന്ന ആ സ്തുതിഗീതങ്ങൾ, ആ സ്തോത്രഗീതങ്ങൾ, രക്ഷയുടെ പാട്ടുകൾ തൻ്റെ ഹൃദയത്തിൽ നിന്ന് കടന്നു വരുമ്പോൾ ഒത്തിരി ചിന്തകൾ ദാവീദിൻ്റെ ഹൃദയത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. And from the mouth of David, his heart was deeply moved with praises, and there was no stopping of praising and giving thanks and expressing his joy towards the Lord. ഇന്ന് ദൈവത്തെ ആരാധിക്കുന്ന ഈ സുദിനത്തിൽ ദൈവത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തിൻ്റെ ഹൃദയത്തിലൂടെയും കടന്നു പോകേണ്ട ചിന്തകൾ ഇതുതന്നെയാണ്. As like David, when we are gathered in his presence, these same thoughts of praise and gratitude rule in our hearts in every believers. നിത്യമായ നാശത്തിന് വിധിക്കപ്പെട്ടവരായിരുന്നു. ഒരു കാലത്തും ദൈവസന്നിധിയിലേക്ക് കടന്നു വരാൻ യോഗ്യതയില്ലാത്തവരായിരുന്നു. ആർക്കും നമ്മെ വീണ്ടെടുക്കുവാൻ തക്കോണം, കഴിയാത്ത അവസ്ഥയിൽ കിടന്ന് നമ്മെ വീണ്ടെടുക്കുവാൻ തക്കോണം സ്വർഗം തൻ്റെ പുത്രനെ ഒരുക്കിക്കൊണ്ട് നമുക്ക് വേണ്ടി വലിയ രക്ഷാപദ്ധതി ഒരുക്കി. We were under the power and under the bondage of sin, and had no privilege to access God's presence. It was impossible for anyone to rescue himself from the power of the bondage of sin. But the deliverance came us from heaven through the Son of God, where God prepared his begotten Son. ഭാഗ്യവശാൽ ആ പുത്രനെ അംഗീകരിക്കുവാൻ, അവനെ വിശ്വസിക്കുവാൻ ഇടയായി തീർന്ന് അവൻ്റെ മക്കളായി നാം തീർന്നിരിക്കുകയാണ്. We were so blessed and privileged to become the children of God, to have our faith upon him, to accept him as a personal Savior and Lord. ഇന്ന് അവൻ്റെ സൗമ്യത നമ്മെ വലിയവരാക്കി തീർത്തിരിക്കുകയാണ്. നമുക്കിന്ന് ആ രക്ഷയുടെ പാത്രമായ ക്രിസ്തുവിനെ ഉയർത്തിക്കൊണ്ട്, നമ്മുടെ വീണ്ടെടുപ്പുകാരനായ ക്രിസ്തുവിനെ ഉയർത്തിക്കൊണ്ട് Today, as we worship him, we are reminded that because of his gentleness and because of his mercy that we are being lifted above, and we exalt Christ, our Redeemer, who become the vessel of our salvation. എല്ലാ മഹത്വവും ആരാധനയും അവൻ്റെ പാദത്തിൽ അർപ്പിച്ചുകൊണ്ട് നമുക്ക് പിതാവായ ദൈവത്തെ ആരാധിക്കാം, സ്തുതിക്കാം. അതിനുവേണ്ടി ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. And we exalt all our worship and praises
and our thanksgiving that have been laid at his feet forever and ever. Amen.